ജന്മാദ്യസ്യ ധ്വന്നയാതിതരതച്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാർത്ഥേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയഃ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ മുഷാദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവന് ഭഗവാൻ ഉപദേശം നൽകി എന്നത് ഉദ്ധവൻ സ്വയം വിതുരനോട് പറയുന്ന സന്ദർഭമാണ്. ജ്ഞാനം പരം സ്വാത്മരഹപ്രകാശം പ്രോവാച കസ്മൈ ബ്രഹ്മാവിനോട്. കഹ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അർത്ഥമുണ്ട്. ഏകോനേകസ്തവ കിം കം അവിടെ സഹസ്രനാമത്തിലും കാണാം കഹ്. അപ്പോൾ ബ്രഹ്മാവിനെയാണ് വിഷ്ണു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കഹ്. ഒരക്ഷരം കൊണ്ടൊക്കെ ഒരു വാക്ക് ഒരാളെയൊക്കെ സൂചിപ്പിക്കാൻ പറ്റും. സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത കഹ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. കസ്മൈ ബ്രഹ്മാവിനായിക്കൊണ്ട്. കസ്മൈ ഭഗവാൻ സമഗ്രം പ്രോവാച. ബ്രഹ്മാവിനായിക്കൊണ്ട് ആത്മതത്വത്തെ ആദ്യം ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു കൊടുത്ത ആ തത്വം എനിക്ക് പറഞ്ഞു തന്നു എന്നാണ് ഇവിടെ വിദഗ്ധവൻ പറയുന്നത്. വസുക്കളിൽ ഒരാളായിരുന്നു അത്രേ ഈ ഉദ്ധവൻ മുമ്പേ. വസുക്കളിൽ ഒരാളായിരുന്നു എന്നാണ്. അപ്പോൾ അത്രമാത്രം ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് നേരിട്ട് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉദ്ധവന് ഉണ്ടായത്. സ്വയം ഒരു ഭാഗവതം ഭഗവാൻ കയ്യിൽ കൊടുക്കുകയും ചെയ്തു അനുഗ്രഹിച്ചിട്ട്. അത് തൻ്റെ തന്നെ സ്വരൂപമാണ് ഭാഗവതം എന്നാണ്. അതാണ് ശ്രീമദ് ഭാഗവതം ആഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയെ. വലിയൊരു വാക്കാണത്, ചെറിയ വാക്കല്ല. തൻ്റെ ചൈതന്യം മുഴുവനൊരു ഗ്രന്ഥമാക്കി മാറ്റി. ഇതാ ഇനി എപ്പോഴെങ്കിലും വേണം തോന്നിയാൽ ഇത് വായിച്ചോളൂ എന്നും പറഞ്ഞ് ഭഗവാന്റെ കൈ കൊണ്ടൊക്കെ ഒരു ഭാഗവതം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്തിൽ ആർക്കാ സാധിച്ചിട്ടുള്ളത്? അപ്പം ആ ഉദ്ധവനെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത സമയത്ത് അവിടെ മൈത്രേയ മഹർഷി വരികയും മൈത്രേയ മഹർഷി കൂടി അത് കേൾക്കാൻ ഭാഗ്യം കിട്ടുകയും ചെയ്തു. മൈത്രേയ മഹർഷിക്ക് കൂടി. ഭാഗ്യമുള്ളവർക്കാണ് ഇതൊക്കെ കേൾക്കാൻ തരാവുള്ളൂ എന്നാണ്. വളരെയധികം ഭാഗ്യം വേണം, കുറച്ചൊന്നും പോരാ. കാരണം അത്രയും വലിയ തത്വത്തെ, എൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന ആ ജ്ഞാനം സൂരയോ ഭാഗവതം വദന്തി. അതിനെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത ഭാഗവതം എനിക്ക് പറഞ്ഞു തന്നു എന്ന് ഉദ്ധവൻ പറയണു. അപ്പോൾ അത് ആര് കേട്ടു? മൈത്രേയ മഹർഷിയും കേട്ടു. അതീവ ഭാഗ്യമുള്ളവർക്കാണ് ഇതൊക്കെ കേൾക്കാൻ തന്നെ തരാവുള്ളൂ. ഇതിനോടൊന്നും അടുക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അഗ്നിയാണ്. അഗ്നിയോടുകൂടി എല്ലാവർക്കും അടുക്കാൻ പറ്റുമോ? ചിലർക്ക് മാത്രം അഗ്നിയെ ഭയമില്ലാതെ അടുക്കണ കാണാം. അത് സിദ്ധിയാണ്. അത്ര വരെ എത്തണം ഭാഗവതത്തിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്നാണ്. ജന്മവാസന നശിച്ച് ഇനി ജന്മമില്ല എന്നായാലേ ഭാഗവതമൊക്കെ പ്രകാശിക്കുള്ളൂ. സംശയമൊന്നും വേണ്ട. അതിനോട് ആസക്തി തോന്നിയാൽ തന്നെ തീർച്ചയാക്കാം അയാളുടെ ജന്മം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ ജനിച്ച് ബുദ്ധിമുട്ടേണ്ട ആളല്ല എന്നുള്ളത്. എന്തിന് യാഗം ചെയ്യണം, എന്തിന് മന്ത്രം പഠിക്കണം, എന്തിന് വേദം പഠിക്കണം, എന്തിന് പൂജ, ഒന്നും വേണ്ട. ഭാഗവതം വേണ്ട പോലെ ഉൾക്കൊണ്ടാൽ അയാൾക്ക് ഇനി ഒന്നും ആവശ്യമില്ല. വേറെ സൽക്കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ മൈത്രേയ മഹർഷി എനിക്ക് ഉപദേശിച്ച ഭാഗവതത്തെ കേട്ടു. വസുക്കളിൽ ഒരാളാണ് ഉദ്ധവൻ. അതുകൊണ്ടാണ് ഈ ഭാഗവതം കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. മൈത്രേയ മഹർഷി അസാമാന്യനായതുകൊണ്ട് അദ്ദേഹത്തിനും കിട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. ഇത്യാവേദിതായ മഹ്യം സ ഭഗവാൻ പരാ. ഈ മായാബന്ധമൊന്നും ഇല്ലാത്ത സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ മഹ്യം എനിക്ക് വേണ്ടി ആവേദിതായ നന്നായി പറഞ്ഞു തന്നു. ആദിദേശാരവിന്ദാക്ഷ ആത്മന പരമാം സ്ഥിതിം. ഇതാണ് ഭാഗവതം. ആത്മാവിൻ്റെ സ്ഥിതിയാണ്. അപ്പോൾ ഒരു കാര്യം അതിലത്ര
രസികത്തരൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ചിരിക്കണം. ഇതിൽ പറയണേക്കെ എന്താ തത്താറിയോ, കുട്ടിക്കുട്ട ചിരിപ്പിച്ചു ആൾക്കാർ. തെറ്റ്. ഭാഗവതമൊന്നും പറയുമ്പോൾ അങ്ങനെ ചിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു വലിയ ആചാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറയും, മരിക്കണ സമയത്ത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതാണ് ഭാഗവതം. മരിക്കണ സമയത്ത് ആരെങ്കിലും തമാശ പറയുമോ? മരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും തമാശ പറയുമോ? നിങ്ങൾക്ക് തമാശ വേണമെങ്കിൽ ഇവിടെ എത്രയോ വേറെ കലാരൂപമുണ്ട്. തമാശ തെറ്റൊന്നുമല്ല. ചാക്യാരൂത്ത്, മിമിക്രി, എന്തൊക്കെ കാര്യങ്ങളുണ്ട് തമാശയ്ക്ക്. ഇത് അതിനുള്ളതല്ല കേട്ടോ, മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ അത് ലേശൊരു ഗൗരവമുള്ള വിഷയമാണ്. അതിൽ തമാശയൊന്നും ഉണ്ടാവില്ല. ആവേദിത ഹാർദായ മക്യം സ ഭഗവാൻ വര ആദിദേശാരവിന്ദാക്ഷ. എന്താ പറയാൻ കാരണം, ആത്മനപരമാം സ്ഥിതിയും, ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്. കുറേ കഥകൾ മാത്രമല്ല. ആത്മാവ് കർത്താവല്ല, ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല, കൊല്ലുന്നില്ല, കൊല്ലിക്കുന്നില്ല, സ്ത്രീയല്ല, പുരുഷനല്ല, നസ്ത്രീന ഷണ്ടോന പുമാന ജന്തു. അങ്ങനത്തെ ആത്മാവിന് എന്ത് തമാശയാണ്, എന്ത് ചിരിയാണ് ഉണ്ടാവുക? ഉണ്ടാവുമോ? ഇതൊക്കെ നമുക്കേ ഉണ്ടാവൂ, ആത്മാവിന് ഇതൊന്നുമില്ല. അപ്പോൾ ആത്മനപരമാം സ്ഥിതിയും, എനിക്ക് എന്താണ് ഉപദേശ ഭാഗവതം, ആ ഭാഗവതം എന്താണ്? ആത്മാവിൻ്റെ സ്ഥിതിയാണ്. ഓർക്കണം. അത് വിട്ടിട്ട് ഇത് കളിച്ച് തോന്നിയത് കാണിച്ചാലൊന്നും അതാവില്ല. അതാവില്ല. സേവമാരാധിത പാദതീർത്ഥാദീത തത്വ ആത്മവിബോധമാർഗ പ്രണമ്യ പാദോ പരിവൃത്യ ദേവമികാഗതോഹം വിരഹാതുരാത്മാ. ഏവം ഇപ്രകാരം ആരാധിത പാദതീർത്ഥാത്, പൂജിക്കപ്പെട്ട പരിശുദ്ധ പാദത്തോടു കൂടിയ ഭഗവാനിൽ നിന്ന്, അവൻ്റെ പാദം എന്ന് പറഞ്ഞാൽ തറാൾ പൂജിച്ചതാണ്, എത്ര കേമന്മാർ പൂജിച്ചതാണ്. അതന്നെ ആ പാദത്തിനൊരു യോഗ്യത. അതല്ല കേട്ടോ, പൂജിക്കാതെ തന്നെ യോഗ്യതയുണ്ട്. ഭഗവാന്റെ പാദത്തിന് ഇപ്പോൾ ഒരാൾ പൂജിച്ചിട്ട് യോഗ്യത ഉണ്ടാക്കണോ? വേണ്ട. അല്ലാണ്ട് തന്നെ യോഗ്യത ഉണ്ടാവുകൊണ്ടല്ലേ പൂജിച്ചത്. പൂജിച്ചതുകൊണ്ട് യോഗ്യത ഉണ്ടാവില്ല. അതീത തത്വ ആത്മവിബോധ മാർഗ. അതീതം എന്ന് പറഞ്ഞാൽ പഠിക്കുക, അധ്യയനം ചെയ്യുക, അതാണല്ലോ അതീതം. പഠിക്കപ്പെട്ട ഉപായത്തോട് കൂടിയ സഹ അഹം, ഞാൻ. ഭഗവാൻ ഉപദേശിച്ചാൽ പിന്നെ അത് ബോധിക്കാതിരിക്കുമോ? നല്ല വക്താവ് പറഞ്ഞാൽ അതെല്ലാവർക്കും ബോധ്യവും അല്ലേ? ആ പാദവും പ്രണമ്യ, ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട്. ഇപ്പോഴും പറയണേക്കാ ഈ ഭാഗവത്തിൽ നമസ്കരിച്ചു. നമ്മൾ നമസ്കരിക്കാറുണ്ടോ? ചോദിക്കട്ടെ. സത്സംഗത്തിൽ വരുമ്പോൾ നമസ്കരിക്കണം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. അനവധി പ്രാവശ്യം നമസ്കരിച്ചാൽ ആ ഗുണം നമുക്കാണ്. നമസ്കരിക്കണവർക്ക് ആരെയും നമസ്കരിക്കണോ അവർക്കല്ല. ഇതൊരു ഫിസിയോതെറാപ്പി കൂടിയാണതേ. ഓർത്തോ പറഞ്ഞു കൊടുക്കേണ്ട, നമസ്കരിക്കണ പോലെ കയ്യിൽ നീട്ട് കുത്തി അങ്ങനെ ആക്കിയ കുറച്ച് പ്രാവശ്യം നമസ്കരിച്ചാൽ മുതുവിന് നല്ലതാണ്. അപ്പോൾ പണ്ടുള്ളവരുടെ ബുദ്ധി എവിടെ എത്തിയിട്ടുണ്ട് ആലോചിച്ചു. ഈ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു സാധാരണ മര്യാദ മാത്രമല്ല, അതാണ് പ്ലസ് അതിനൊരു ഫിസിക്കൽ സെൻസും കൂടി ഉണ്ട്. നട്ടല് കേടുപാടുകൾ വയസ്സാവുമ്പോൾ സംഭവിക്കുന്നതിന് കൂടി ഒരു പരിഹാരമാണ് അത്രയും ഈ നമസ്കാരം. ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊക്കെ ദേവനെ പരിവൃത്യ, പ്രദക്ഷിണം ചെയ്തിട്ട്, വിരഹാതുരാത്മാ, വളരെ ദുഃഖിച്ചു, ഭഗവാൻ പോവുകയാണ്. ഈ ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ലല്ലോ, ഇതൊക്കെ നന്നായി, പക്ഷേ ഇനി വരാൻ പോണത് ദുഃഖമാണ്. വിരഹാതുരാത്മാ, ഭഗവാന്റെ ആ തിരോധാനത്തിൽ അത്യന്തം ദുഃഖിതമായ മനസ്സോടുകൂടിയവനായിട്ട് ഇഹ ആഗത, ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ വളരെയേറെ ദുഃഖിച്ചിട്ടാണ് അപ്പോൾ കഴിച്ചു കൂട്ടണത്. കാരണം ആ ഭഗവാൻ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് പോയി. ഞാൻ പ്രദക്ഷിണമൊക്കെ വെച്ചു, നമസ്കരിച്ചു, ഭഗവാൻ പോവുകയും ചെയ്തു. സേവമാരാധിത പാദതീർത്ഥ, ഭഗവാന്റെ പാദത്തെ ആരാധിച്ച് അതീത തത്വാത്മവിബോധമാർഗ, എത്രയോ കാര്യങ്ങൾ ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ പോകുന്നതിൽ ദുഃഖിക്കരുത് ഉദ്ധവ എന്നും പറഞ്ഞു തന്നു. പക്ഷേ ദുഃഖം എനിക്ക് അടക്കാൻ സാധിക്കുന്നില്ല. എത്ര അറിവുള്ളവർക്കും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ പലതും ബുദ്ധിമുട്ടുണ്ടാവും.
പ്രണമ്യപാദൗ പരിവൃത്യ ദേവ, ഭഗവാന്റെ പാദപത്മത്തെ നല്ലോണം സാഷ്ടാംഗം നമസ്കരിച്ച് ഇഹാഗതോഹം, അതായത് വിരഹാതുരാത്മാ ഇഹാഗത, വിരഹദുഃഖത്തോടുകൂടി ഇവിടെ വന്നിരിക്കുകയാണ്. സോഹം തദ്ദർശനാക്ലാദവിയോഗാർത്തിയുധ പ്രഭോ കെമിഷ്യേദൈതം തസ്യ ബദര്യാശ്രമമണ്ഡലം. ഇപ്പം എവിടേക്കാണ് പോണ ഉദ്ധവൻ? ബദര്യാശ്രമത്തിലേക്ക് പോകണം. ബദര്യ ത്വം പ്രയാഹീതി, ബദരീൻ ത്വം പ്രയാഹീതി, ത്വം ബദരിയിലേക്ക് പോയിക്കൊള്ളുക എന്നാണ് ഭഗവാൻ എന്നോട് പറഞ്ഞത്. ഞാൻ പോയതായിട്ടുള്ള വിരഹദുഃഖം അങ്ങേക്ക് അടക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഘട്ടം കൂടി അങ്ങ് ഉയരാനുണ്ട്. മുഴുവനായിട്ടില്ല, 100% ആയിട്ടില്ല. ഞാൻ പോയാൽ ദുഃഖിക്കില്ല, കാരണം ഞാൻ പോകണില്ല. ഇതൊരു മായ മാത്രമാണ് പോകുന്നു എന്ന് തോന്നൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബദരി പോയിട്ട് തപസ്സനുഷ്ഠിക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങേക്ക് ബോധ്യമാവും. ബദരിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ പോകുകയാണ്. അപ്പോഴാണ് വിതുര അങ്ങയെ കണ്ടത്. എന്താ ബദരിയാശ്രമത്തിലത്തെ പ്രത്യേകത? എത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാനിഷി മൃദു തീവ്രം തപോദീർഘം തേപാതേ ലോകഭാവനവും. ബദരിയാശ്രമത്തിലാണത്രേ നരനാരായണ ഋഷി തപസ് ചെയ്യണത്. നാരായണനുമായിട്ട് 2 രൂപം എടുത്തിട്ട് ഭഗവാന്റെ ഒരു അവതാരം ഉണ്ടായി. ആ കഥയൊക്കെ മേലിൽ പറയും. സഹസ്രകവചനെ കൊല്ലാൻ തപസ്സും യുദ്ധവും ഒപ്പം ഒരാൾ ചെയ്യണം. എങ്ങനെയാണ് തപസ് ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യുമ്പോൾ തപസ് ചെയ്യുക? രണ്ടും കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമോ? യുദ്ധം എന്ന് പറഞ്ഞാൽ ശരീരം ഇളകി ചെയ്യേണ്ടതാണ്, തപസ് എന്ന് പറഞ്ഞാൽ ശരീരം നിശ്ചലമാക്കി ചെയ്യണം. ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരാൾ ചെയ്താലേ എന്നെ കൊല്ലാൻ പാടൂ. സഹസ്രകവചൻ്റെ ഒരു വരമാണ്, വിചിത്ര വരമാണ്. വര കൊടുത്ത ബ്രഹ്മാവാവും. എൻ്റെ വരമൊക്കെ കൊടുക്കൽ ബ്രഹ്മാവാണ് പൊതുവെ. അപ്പോൾ ഭഗവാൻ 2 മൂർത്തിയായി. ബാക്കി നമുക്ക് ഊഹിക്കാം. നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. അപ്പോൾ ഒരാളല്ല എന്ന് പറയാൻ പറ്റുമോ? ഭഗവാൻ എല്ലാറ്റിനും പഴുതുണ്ടാക്കാൻ പറ്റും. 1000 കൊല്ലം തികഞ്ഞു സഹസ്രവചനെ കൊന്നതാണ് നാരായണമൂർത്തി. അദ്ദേഹം എവിടെയാണ് തപസ് ചെയ്യണത് എന്നാണെങ്കിൽ ബദര്യാശ്രമത്തിലാണ്. അവിടേക്കാണ് വിതുര ഞാൻ പോകുന്നത്. ഉദ്ധവൻ പറയണം, എത്ര നാരായണോ ദേവോ നരശ്ച, നരനാരായണന്മാർ, ഭഗവാൻ ഋഷി മൃദു തീവ്രം തപോ ദീർഘം. എന്തൊക്കെയാണ് തപസ്സിന് വിശേഷണം കൊടുത്തിരിക്കുന്നത്? മൃദു, തീവ്രമായിട്ടുള്ള തപസ്സിനെ അനുഷ്ഠിക്കണു. ഇന്ദ്രൻ അപ്സര സ്ത്രീകളെ അയച്ചിട്ട് ആ തപസ് ഇളക്കാൻ നോക്കുന്നുണ്ട്. ഇളകിയില്ല നരനാരായണ മഹർഷി. ഇളക്കാൻ പറ്റിയില്ല, അനങ്ങാൻ പറ്റിയില്ല. മൃദു തീവ്രം, തീവ്രമാണ് നാം മൃദുവുമാണ്. അങ്ങനെ വരുമോ? മൃദുവായിട്ടുള്ളതൊന്നും തീവ്രമാവില്ല, തീവ്രമായിട്ടതൊന്നും മൃദുവാവില്ല. ഇവിടെ തായി എന്നാണ് തപസ്സായതുകൊണ്ടേ. മൃദു തീവ്രം ദീർഘം തപോ, വളരെ കാലമുണ്ട്, 1000 കൊല്ലം ഒപ്പിക്കണ്ടേ. തപോ ദീർഘം, മൃദു തീവ്രം ദീർഘം തപോ. തേപാതേ ലോകഭാവന, ലോകത്തിന് നന്മയ്ക്കായിക്കൊണ്ട് ദീർഘമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്ന നരനാരായണ ഋഷി എവിടെയുണ്ടോ ആ ബദര്യാശ്രമത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് വിതുരനോട് ധവൻ പറയണം. ശ്രീശുഗവാച ഇത്യുദ്ധവാദുപാകർണ്യ സുഹൃതാം ദുസ്സകം വതം ജ്ഞാനേനാശമയക്ഷത്ത ശോകമുത്പതിതം ബുധാ. സുഹൃതാം, സുഹൃത്തുക്കളുടെ ദുസ്സഹം വധം, അസഖ്യമായ നാശത്തെ, വധത്തെ, ഉദ്ധവാദ്, ഉദ്ധവരിൽ നിന്ന് കേട്ടിട്ട്, ദുഃഖങ്ങളൊക്കെ നശിച്ചുല്ലോ. ഉപാകർണ്യ, കേട്ടിട്ട്. ബുധക്ഷത്ത, വിദ്വാനായിട്ടുള്ള വിതുരൻ, ക്ഷത്ത എന്നാണ് വിതുരൻ്റെ പര്യായമാണ്. ഉത്പതിതം, പെട്ടെന്നുണ്ടായ ദുഃഖത്തെ ജ്ഞാനേന ശമിപ്പിച്ചു. ഒരു നിമിഷം വികാരഭരിതനായി എങ്കിലും വിവേകം കൊണ്ട് വികാരത്തെ ഒതുക്കി. അതിനാണ് മനുഷ്യൻ എന്ന് പറയുക. അല്ലാതെ വികാരങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ അടിമപ്പെട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കില്ല. ഒന്നൊക്കെ അങ്ങോട്ട് കരയാം, പക്ഷെ അപ്പം തന്നെ കണ്ണീര് തുടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലത്തെ ജ്ഞാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സമാധാനിപ്പിക്കുന്ന ആൾ. വേറൊരാൾ സമാധാനിപ്പിക്കൊന്നും വേണ്ട, അതിന് കാത്തു നിൽക്കും വേണ്ട. അപ്പം ആ അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
പെട്ടെന്നുണ്ടായിട്ടുള്ള സന്താപ ആധിക്യത്തെ ഒതുക്കണം. കാരണം അവിടുന്ന് അങ്ങോട്ട് ജീവിക്കണം. ഒരാൾ പോയി ഒരാൾക്ക് ജീവിക്കണ്ടേ? അയാളുടെ അനന്തരക്രിയകൾ ചെയ്യുക, തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക, അതിന് മനസ്സിനെ നേരെയാക്കുക, തയ്യാറാക്കുക. ഇതിനൊക്കെയാണ് വിവേകം എന്ന് പറയുക. അല്ലാണ്ട് ദുഃഖിച്ച ആത്മഹത്യ ചെയ്യുക, ഒന്നും കഴിക്കാതിരിക്കുക, ഇതി കർത്തവ്യത മൂഢത അതോടുകൂടി ഉണ്ട് ജീവിക്കുക, ഇതൊന്നുമല്ല അറിവ്. ലേശര ദുഃഖമൊക്കെ ആവാം, അതുണ്ടാവണമല്ലോ, അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ അയാൾ മനുഷ്യനേ അല്ല എന്ന് പറയും ആൾക്കാർ. ഒന്നങ്ങനെ ദുഃഖിച്ചോളൂ. പക്ഷെ അടുത്ത നിമിഷം എന്ത് ചെയ്യണം? ആ ദുഃഖത്തെ അകറ്റി കർത്തവ്യതാബോധത്തിലേക്ക് വരണം. അതിനാണ് ജ്ഞാനം. ഒക്കെ നമുക്ക് പഠിക്കാനാണ് ഇത് കഥയെ. ഇത്യുദ്ധവാദുപാകർണ്യ സുഹൃതാം ദുസ്സഹം വധം. ദുസ്സഹം വധം, ദുസ്സഹമായിട്ടുള്ള യദുക്കളുടെ തിരോധാനത്തെയും ഭഗവത് തിരോധാനത്തെയും ഉദ്ധവനിൽ നിന്ന് കേട്ടിട്ട് ഉദ്ധവാദുപാകർണ്യ എന്തു ചെയ്തു? ജ്ഞാനേനാശമയർ ക്ഷത്ത. ക്ഷത്ത എന്ന് പറഞ്ഞാൽ വിതുരൻ. വിതുരൻ ജ്ഞാനം കൊണ്ട് തൻ്റെ ദുഃഖത്തെ ഒതുക്കി. ജ്ഞാനം മാത്രമേ ദുഃഖത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ മാർഗമുള്ളൂ. അശമയത്ത്, ജ്ഞാനേന അശമയത്ത്, ജ്ഞാനേന അശമയത്ത് ക്ഷത്ത. ക്ഷത്താവാണ് ഒതുക്കിയത് വിതുരൻ. ശോകമുത്പതിതം ബുധ, ഉണ്ടായിട്ടുള്ള ദുഃഖത്തെ ഒതുക്കി. സതം മഹാഭാഗവതം വ്രജന്തം ഗൗരവർഷഭ വിശ്രംഭാത് അഭ്യദത്തേദം മുഖ്യം കൃഷ്ണപരിഗ്രഹേ. കൗരവർഷഭ, വിതുരനെ വിളിക്കുകയാണ്. കൗരവകുലത്തിൽ ജനിച്ച വിതുര, ശ്രേഷ്ഠനായ അവൻ. ആര്? വിതുരൻ. ഭാഗവത, ഭഗവത് ഭക്താഗ്രഗണ്യനും കൃഷ്ണപരിഗ്രഹേ, കൃഷ്ണൻ സ്വീകരിച്ചവരിൽ മുഖ്യനും, കൃഷ്ണൻ്റെ ഏറ്റവും നല്ല സുഹൃത്തെന്നർത്ഥം. വ്രജന്തം, പോകാൻ പുറപ്പെടുന്നവനുമായ അവനോട്. വിശ്രംഭാത്, വിശ്വാസം നിമിത്തം താഴെ പറയുന്നത് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. പറയാൻ പോണത് അടുത്ത ശ്ലോകം മുതൽ. ഭക്തന്മാരിൽ മുഖ്യനാണോ എന്ന് ഭഗവാൻ അംഗീകരിച്ച, ഇനി അതിലും ഇതൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഭക്തനാണെന്ന് ആരാണ് അംഗീകരിക്കേണ്ടത്? ഭഗവാൻ അംഗീകരിക്കണം. ആ ഭഗവാൻ അംഗീകരിച്ചാൽ വേറെ ആരും അംഗീകരിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഭക്തി അത്ര വലിയൊരു ഭക്തൻ വന്നിരിക്കുന്നു പറഞ്ഞോട്ടെ. ആൾക്കാരുടെ വായയിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ? ആര് പറഞ്ഞാലും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് തെളിവ്? അതിന് തെളിവ് വേറൊന്നുമല്ല. നമുക്ക് ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ കഴിയണില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ സ്വീകരിച്ചിട്ടില്ല. ഇത്രയുള്ള ടെസ്റ്റ് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. പ്രപഞ്ചത്തെ നമുക്ക് നിഷ്പ്രയാസം ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഭഗവാൻ നമ്മളെ സ്വീകരിച്ചിരിക്കണം. പിന്നെ ആരെന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ, സഹായിക്കില്ല കേട്ടോ, അത്ര വേഗം സഹായിക്കില്ല. പ്രപഞ്ചത്തെ ഉപേക്ഷിക്കുക, നാളെ നിങ്ങൾ മരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുന്നവരുണ്ടായിട്ടുണ്ട്. ഇവിടെ ശങ്കരാചാര്യരൊക്കെ അങ്ങനെയാണ് ടെസ്റ്റ് എന്നാണ്. ഭഗവാൻ നമ്മളെ രണ്ടും കൂടി പറ്റില്ല. പ്രപഞ്ചത്തിലുള്ളവരുടെ പ്രീതി നേടണം, ഭഗവാന്റെ പ്രീതി ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് ചിലർ പറയണു. ചില സമയത്ത് ഭഗവാൻ സ്വീകരിച്ചവരെ ലോകം എല്ലാവരും സ്വീകരിക്കുന്നു, അങ്ങനെയും പറയണ്ട കേട്ടോ. ഇത് രണ്ട് വേർഷൻസാണ്. വിചാരിച്ചിരിക്കുന്ന പരമഭക്തനായിട്ടുള്ള ഉദ്ധവൻ യാത്ര പറഞ്ഞപ്പോൾ വിതുരൻ എന്തു പറഞ്ഞു? വിതുര ഉവാച ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം യഥാക യോഗേശ്വര ഈശ്വരസ്തേ ഭക്തും ഭവാന്നോർഹതിയത്തി വിഷ്ണോ ഭൃത്യാസഭൃത്യാർത്ഥ കൃതശ്ചരന്തി. തവ ഭാഗ്യവാനേ എന്ന് മനസ്സിൽ കരുതി ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം കിട്ടുക. മാത്രമല്ല ഭഗവാൻ ഒരു ഭാഗവതം ആയിട്ട് അങ്ങോട്ട് മാറി. ആദ്യം ഭാഗവതം കൈകാര്യം ചെയ്ത ഉദ്ധവനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പേ ഭാഗവതം ഉണ്ടോ? ഇഷ്ടമില്ല. ഭാഗവത തത്വമുണ്ട്. കാരണം ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ബ്രഹ്മാവിനും പറഞ്ഞു കൊടുത്തു, അതുണ്ട്. അതൊക്കെ ഓറലായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ, പറഞ്ഞിട്ട് കൊടുത്തതാണ്. അതൊരു ഗ്രന്ഥരൂപത്തിൽ സംഹിത രൂപത്തിലാക്കിയതാരാ? ഭഗവാൻ. എപ്പോഴാക്കിയത്? ഇപ്പോൾ ഉദ്ധവന് കൊടുത്തപ്പോഴാണ്. അതുവരെ ഗ്രന്ഥമായിട്ടില്ലാത്രേ, തത്വമായിട്ട് നിലകൊള്ളണേ ഉള്ളൂ എന്നാണ്. അങ്ങനെ പോരാ.
അതൊരു ഗ്രന്ഥമായിട്ട് ഭാവി തലമുറയ്ക്ക് വായിക്കാനും പറയാനും ഉൾക്കൊള്ളാനും ഒക്കെ വേണം എന്ന് ഭഗവാന് തോന്നിയതുകൊണ്ടാവാം ഉദ്ധവനെ കൊണ്ട് ചോദിപ്പിച്ചത്. ഉദ്ധവൻ ചോദിച്ചു എന്നാണ്. എന്താ ചോദിച്ചത്? ഭഗവാനെ, അങ്ങ് ഇവിടുന്ന് പോവുകയാണെങ്കിൽ കൃഷ്ണനെ കാണാൻ എന്താണ് മാർഗം? പോയ ആളെ പിന്നെ കാണില്ലല്ലോ. എങ്ങനത്തെ പോക്ക? ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയല്ല, ശരീരം വിട്ട് ഇവിടുന്ന് പോവുകയാണ്. ആ കൃഷ്ണനെ ഒരു നോക്ക് കാണണം എന്ന് ഭക്തന്മാർക്ക് തോന്നിയാൽ അല്ല അത്ഭുതമില്ല. കാരണം അത്ര സുന്ദരല്ലേ ഭഗവാന്റെ സ്വരൂപം. കണ്ണെന്തിനാ? ഭഗവാനെ കാണാനാണ്. വേറെ എന്ത് കണ്ടിട്ട് എന്താ കാര്യം? ഏത് കാഴ്ചയാണ് കണ്ണിന് ഏറ്റവും പ്രിയം ചോദിച്ചാൽ ഭഗവാനെ കാണുക. അപ്പോൾ ആ കൃഷ്ണനെ ഒന്ന് കാണണം, അനുഭവം ഉണ്ടാവണം എന്ന് തോന്നിയാൽ എന്താണ് ഭക്തന്മാർ ചെയ്യുക? കൃഷ്ണ, ഇത്രയും സുന്ദരമായ ഒരു സ്വരൂപം ഈ ലോകത്തിൽ നിന്ന് ശാശ്വതമായിട്ട് മറയ്ക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ കൃഷ്ണ? എന്തെങ്കിലും അതിനൊരു വഴി കണ്ടിട്ട് അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ്റെ ആ അപേക്ഷ ഭഗവാന് സ്വീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്ര സങ്കടപ്പെട്ടിട്ടാ ഉദ്ധവൻ വികാരഭരിതമായിട്ടാണ് അത് ചോദിച്ചത്. എന്നാ ഉദ്ധവ, ഒരു ഗ്രന്ഥം എന്താ, ഇത് വായിച്ചാൽ എന്നെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ കൈ കൊണ്ട് ഒരു ഭാഗവതം ഭഗവാൻ തന്നെയായിട്ട് മാറിയിട്ട് ഉദ്ധവന് കൊടുത്തത്. ഇതാണ്ട് വായിച്ചാലോ എൻ്റെ അനുഭവം ഉണ്ടാവും, അവിടെ ഞാൻ ഉണ്ടാവും എന്നാണ്. മത്ഭക്തായത്ര ഗായന്തി തത്ര തിഷ്ടന്തി നാരദ. എവിടെ ഭക്തന്മാരെൻ്റെ ആ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അവിടെ ഞാൻ ഉണ്ടാവും. ക്ഷേത്രത്തിലുണ്ടാവുമെന്ന് ഭഗവാൻ പറഞ്ഞില്ല, വൈകുണ്ഠത്തിലുണ്ടാവുമെന്ന് ഭഗവാൻ പറഞ്ഞില്ല, പുണ്യസ്ഥലങ്ങളിലോ മഹർഷിമാരുടെ അടുത്തോ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. അവിടെയൊക്കെ ഉണ്ടാവാം, ഉണ്ടായില്ല എന്നും വരും, ഉണ്ടാകാം എന്നും വരും, ഉണ്ടായില്ല എന്നും വരും. എന്നാൽ ഞാനുണ്ടാവും എന്ന് 100% ഉറപ്പുള്ള ഒരു സ്ഥലമുണ്ട് നാരദ. അതെവിടെയാണ്? എൻ്റെ ഭക്തന്മാർ എൻ്റെ മഹത്വത്തെ പറയുന്ന സ്ഥലത്ത്. അത് ഭഗവാൻ നാരദ ഭക്തി സുഹൃത്ത് നാരദൻ തന്നെ പറയണതാ. മത് ഭക്തായത്ര ഗായന്തി ഭക്തം ഭവാനോർഹതി വിഷ്ണോർ വൃത്യാർത്ഥകൃതച്ചരന്തി. ഇപ്പോൾ ബിരുദരൻ ചോദിച്ചു, എനിക്കും ആ ഭഗവാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉദ്ധവ അങ്ങ് പറഞ്ഞു തരുമോ? വിഷ്ണുവിൻ്റെ മഹാത്മ്യം കേൾക്കാനല്ലേ ചെവി, അല്ലെങ്കിൽ പിന്നെ ചെവി കൊണ്ട് എന്താ കാര്യം? കൊണ്ട് വൃത്യാർത്ഥകൃതച്ചരന്തി. നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ട് സ്മരിക്കുന്നവരല്ലേ, ഭൃത്യന്മാർക്ക് ഉപകാരം ചെയ്ത് സഞ്ചരിക്കുന്നവരല്ലേ. ആ ഭഗവാൻ പറഞ്ഞ അമൃതതുല്യമായ വാക്കുകൾ എനിക്ക് പറഞ്ഞു തരാമോ എന്ന ചോദ്യം. ഇപ്പോൾ വിതുരൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഉദ്ധവ ഉവാച നനുതേ തത്വസന്ധാധ്യാഋഷിക്കൗഷാരവോന്തിമേ സാക്ഷാൽ ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഗാസത. മർത്യലോകം, മനുഷ്യലോകത്തെ ജിഗാസത ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് സാക്ഷാത് ഭഗവത, സാക്ഷാത് ഭഗവാനാൽ മേ അന്തി എൻ്റെ അരികത്തുണ്ടായിരുന്ന കൗഷാരവ മൈത്രേയ മഹർഷി അങ്ങേക്ക് തത്വജ്ഞാനം പറയാൻ ഉപകരിക്കപ്പെടും, അല്ലെങ്കിൽ അങ്ങ് കേൾക്കാൻ കഴിയും. ഉദ്ധവൻ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പോണില്ല, അത് പറഞ്ഞു തരാൻ സാധ്യമല്ല. കാരണം എനിക്ക് ബദരിയാശ്രമത്തിലേക്ക് പോകണം, തപസ് ചെയ്യണം. ഭഗവാൻ പറഞ്ഞതാണ്, അത് ചെയ്യണ്ടേ. അപ്പം അങ്ങേക്ക് പറഞ്ഞു തരാൻ നിന്നാൽ അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഭാഗവതത്വങ്ങൾ എളുപ്പമല്ലല്ലോ, 7 ദിവസം കൊണ്ടാണ് പറഞ്ഞു തീർക്കണത്. അപ്പോൾ എനിക്ക് വേഗം ബദരിയാശ്രമത്തിലേക്ക് പോകേണ്ടത് കൊണ്ട് വിതുര ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരുന്നില്ല, ക്ഷമിക്കണം. ഭഗവാൻ എന്നോട് അതിന് കൽപ്പിച്ചിട്ടില്ല, അതിനൊരു ആദേശം ചെയ്തിട്ടില്ല. ഭഗവാൻ പറഞ്ഞതേ ഞാൻ ചെയ്യൂ, അതിലപ്പുറം കിടക്കാൻ എനിക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് വെച്ചാൽ വെരി സോറി, അങ്ങൊരു കാര്യം ചെയ്യൂ, മൈത്രേയ മഹർഷിയെ കണ്ടിട്ട് ചോദിക്കൂ,
ആ മൈത്രേയ മഹർഷി ഇത് കേട്ടിട്ടുണ്ട്. കണ്ടത് രണ്ടാളും കേക്കച്ചിലെ എത്രയേ ഭഗവാൻ പറഞ്ഞത്. അവിടെ മൈത്രേയൻ വന്നു എന്ന് 13-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ. എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി തുടങ്ങിയപ്പം മൈത്രേയർ അവിടെ എത്തി, അത് കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മൈത്രേയ മഹർഷി ഇതെല്ലാം കേട്ടിട്ടുണ്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് ഗ്രഹിച്ചിട്ടുണ്ട്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ തേഞ്ഞ ആളാണ് മൈത്രേയൻ. കേട്ടു കൂടെ കേട്ടു കൂടെ വിട്ടു, അങ്ങനെയില്ല. അതിനെ ഗ്രഹിക്കാനും അതേപോലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് മൈത്രേയ മഹർഷിയുടെ മനസ്ഥിതിയും ഉണ്ട്. അങ്ങ് പോയിട്ട് നമസ്കരിച്ച് പറഞ്ഞു നോക്കൂ, തീർച്ചയായിട്ടും മൈത്രേയ മഹർഷി അത് പറഞ്ഞു തരും. അതാണ് നല്ലത് എന്ന് ഉദ്ധവൻ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് അയച്ചു. പന്ത് ആ കോർട്ടിലേക്ക് തട്ടി. സാക്ഷാത് ഭഗവതാദിഷ്ടോ അമർത്യലോകം ജിഗാസദാ ശ്രീശുഗൗവാച ഇതി തകവിദുരേണ വിശ്വമൂർത്തിർഗുണകതയാ സുതയാ പ്ലാവിതോരുതാപ ക്ഷണമിവ പുളിനേയമസ്വസുസ്താം സമുഷിത ഔപകവിർ നിശാന്തദോഗാത്. വൃത്തം മാറിയിട്ടുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതി സഹ വിദുരേണ വിശ്വമൂർത്തേർ ഗുണകഥയാ സുതയാ പ്ലാവിതോരുതാപ. രണ്ടാമത്തെ വിധിയിൽ അക്ഷരം കൂടുതലുണ്ട് കേട്ടോ. ഇതി കവിതുരേണ വിശ്വമൂർത്തേർ ഗുണകഥയാ സുതയാ പ്ലാവിതോരുതാപ ക്ഷണമിവ പുളിനേനയ യമസ്വസുസ്താം സമുഷിത ഔപകവിർ നിശാന്തദോഗാത്. ഇതി ഇപ്രകാരം വിദുരേണ സഹ വിദുരനോടുകൂടി വിശ്വമൂർത്തേ ഭഗവാന്റെ, വിശ്വമൂർത്തി ഭഗവാൻ, ഗുണകഥയാകുന്ന സുധയാ അമൃതത്താൽ, എന്തല്ലേ വായിക്കുമ്പോൾ തന്നെ ക്ഷണം ഇവ പെട്ടെന്ന് പ്ലാവിതോരുതാപ മഹാസന്താപങ്ങൾ അറിയാതിരുന്ന. എന്ത് ദുഃഖമുണ്ടാവുക ഭഗവാന്റെ കഥ പറയുമ്പോൾ. ദുഃഖത്തിന് അവിടെ നോ അഡ്മിഷൻ, ഇങ്ങോട്ട് കിടക്കണ്ട പറയും. ഔപകവൈ ഉദ്ധവൻ, ഔപകവി ഉദ്ധവൻ. ഉദ്ധവൻ്റെ മറ്റൊരു പേരാണ് ഔപകവി. യമസ്വസു കാളിന്തിയുടെ മണൽത്തട്ടിൽ ആ രാത്രി കഴിച്ചുകൂട്ടി. വെളിച്ചമായിട്ടാവാം ബദരീയാത്ര എന്ന് വിചാരിച്ചിട്ട്. സമുഷിത ഔപകവിർ നിശാന്തദോഗ. ഭഗവാന്റെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതാണ്. വഴിയിൽ വിദുരനെ കണ്ടു കുറച്ച് നേരം അവിടെ നിന്നു. രാത്രിയായി നേരം. ഇതി സഹ വിദുരേണ വിശ്വമൂർത്തേർ ഗുണകഥയ. ആരുടെ ഗുണകഥയ? ഭഗവാന്റെ മാഹാത്മ്യം കേട്ട സുധയ, അമൃതത്തിൽ മുങ്ങിയതോടുകൂടി പ്ലാവിതോരു താപ. എല്ലാ ദുഃഖവും മനസ്സിന്നാട് പോയി. കുറച്ച് നേരം ഈശ്വരകഥ കേട്ടുള്ള ഗുണമാണതേ. എല്ലാ ദുഃഖവും മനസ്സിന്നാട് പോയി. പ്ലാവിതോരു താപ, അമൃതത്തിൽ കുളിച്ചവൻ എന്ന പോലെ ദുഃഖം മറന്ന്. ദുഃഖമൊക്കെ അവർക്കും ഉണ്ടാവും, ഏത് ശരീരത്തിവർക്കും ദുഃഖം ഉണ്ടാവും. നമ്മളെ പോലെ AC വെച്ചില്ല, വീട് കെട്ടിയില്ല, അല്ല ലക്ഷങ്ങൾ ലോൺ എടുത്ത്, അങ്ങനത്തെ ദുഃഖമാവില്ല എന്നേ ഉള്ളൂ. ശരീരമുള്ളവർക്കൊക്കെ ഉണ്ട് അത്ര ദുഃഖേ. അത് ദുഃഖിപ്പിക്കാതിരിക്കുമോ? ശരീരം നമ്മളെ ദുഃഖിപ്പിക്കില്ലേ? എന്താ അവിടെ ശരീരം എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുമോ? അത്രയ്ക്കുള്ള ദുഃഖമേ ഉള്ളൂ എന്ന് മാത്രം. എന്നാലും വേദന വന്നു, വേറൊന്ന് വന്നു, ശരീരം നേരെ പ്രവർത്തിക്കാണ്ടേവുക, ദുഃഖം തന്നെയല്ലേ. ശരീരം എടുത്തവർക്കൊക്കെ അവരുടേതായ ദുഃഖങ്ങൾ അവരവർക്കുണ്ട്. പ്ലാവിതോരു താപ. പക്ഷെ ആ ദുഃഖങ്ങളെല്ലാം പോയി. ക്ഷണമിമ പുളിനെ യമസ്വസുസ്താം. പെട്ടെന്ന് കാളിന്തി നദി, അതാണ് യമസുത. യമൻ്റെ പുത്രി എന്നൊരു പേരുണ്ട് അത്രേ കാളിന്തിക്ക്. സ്വസു പുത്രി. ആ കാളിന്തിയുടെ തീരത്ത് ആര്? ഔപകവി ഉദ്ധവൻ. ഔപകവി നിശാന്തദോഗാൻ. ഔപകവി നിശ ചകഴിച്ചു കൂട്ടി. വിജയനിൽ നിന്ന് ഭഗവത് മാഹാത്മ്യം കേട്ടതായിട്ടുള്ള ഔപകവി ഉദ്ധവൻ. ഔപകവീർ നിശാന്തദോഗാത്. അന്ന് രാത്രി കഴിച്ചു കൂട്ടി. രാജോവാച. അനന്തരം അടുത്ത ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.